ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കെട്ടിയനില്ലാത്ത പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗിൽ തന്നെ ഇക്കാടമ്മാടത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ബ്രദറിനെ വിളിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കാരണം ഇവർ പള്ളി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും കേട്ടോ. അതുകൊണ്ട് അവരൊക്കെ ഒന്ന് നേരത്തെ കാണാൻ പറ്റിയിട്ട് മറ്റേ നമ്മൾ കെട്ടിയൻ്റെ കൂടെ പാതിരാത്രിയാവും നമ്മളെ വീട്ടിലോട്ട് ഒന്ന് കയറി വരുമ്പോൾ അല്ലേ. ആദ്യം തന്നെ നമ്മളെല്ലാവരും വീട്ടിലോട്ട് വരുമ്പോൾ അടുക്കളയിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ഞാനും പോയി ഫ്രിഡ്ജൊക്കെ തപ്പിയപ്പോൾ അതിലൊന്നുമില്ല. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കുന്ന സോഡയാണോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സോഡൻ്റെ ഒപ്പിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഉമ്മ ആദ്യം തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നോർമൽ ഫുഡാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് കേട്ടോ. കാരണം മരുമകനൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇക്ക വരുമ്പോൾ ഇനി നല്ല ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഫുഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ചൊവ്വരി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതിന് ചൊവ്വരി സാബുനരി എന്നൊക്കെ പറയട്ടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് പറയണേ. ഞാനത് ഫസ്റ്റ് ട്രൈ ആണ്. ഉമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം അതുവരെ ഞാൻ ഉമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ. നല്ല ബീഫ് വരട്ടിയതും അതുപോലെ തന്നെ പരിപ്പ് കറിയും ക്യാബേജ് തോരനും പപ്പടമൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഞ്ഞപ്പിത്തം ആയതുകൊണ്ട് തന്നെ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി മന്തിയൊന്നും അധികം കഴിക്കാറില്ല കേട്ടോ. ഇപ്പം നമുക്കൊരു 3 മാസമായിട്ടുള്ളൂ റിക്കവറായിട്ട് വന്നിട്ട്. അപ്പോൾ ഒരു കഷ്ണം ബീഫൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കാറുള്ളൂ. എന്നാലും വല്ലാതെ കഴിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഫിഷ് നമ്മൾ കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മഞ്ഞപ്പിത്തം വന്നവരാണ്, നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഫുഡ് കൂട്ടാൻ തുടങ്ങിയതെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉമ്മ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫുഡ്. എനിക്ക് വരുമ്പോൾ നല്ല ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നോർമലായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അവിടുന്ന് കഴിച്ചു പോകുന്നതുകൊണ്ട് ഇപ്പോൾ വിശപ്പില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ എൻ്റെ റൂമിലോട്ട് പോകുന്നത്. ഇതാണ് എൻ്റെ റൂം കേട്ടോ. അങ്ങനെ നമ്മൾ മക്കളെയൊക്കെ പാടത്തൊക്കെ കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കസിൻസിൻ്റെ കൂടെ. പിന്നെ നമ്മൾ നോർമൽ നമ്മുടെ ഡ്രസ്സിലോട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു കംഫർട്ടാണല്ലോ. അങ്ങനെ നമ്മൾ ക്യാമറമാൻ ഇല്ലാത്തൊരു കുറവ് നമ്മൾ വീഡിയോസിൽ കാണും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു അടിയൊക്കെ കഴിഞ്ഞ് എന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവരെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതാ എൻ്റെ ഉമ്മ എന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പെരുന്നാൾ വിശേഷമൊക്കെ നമ്മളോട് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.